ഒരു 150cc കിട്ടുന്ന മാക്സിമം എൻജോയ്മെന്റ് ഈ ഒരു വണ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പുതിയ ജിക്സറിലെ സിംഗിൾ ചാനൽ ABS ഒക്കെ വന്നിട്ടുള്ളൂ. ഇതിൽ പിന്നെ ABS കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു ഭാഗത്തൊക്കെ ലുക്ക് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. അതിൽ ടേസ്റ്റ്ഫുള്ളി മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഈ ഒരു സെഗ്മെന്റിലെ ഹയസ്റ്റ് ടോർക്ക് ഫിഗർ ആണ് ശരിക്കും നമ്മുടെ ജിക്സറിന്. എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മൾ നോക്കിക്കാൻ പോകുന്നത് ഒരു 2015 മോഡൽ സുസുക്കി ജിക്സർ 155. സോ ഇതിൻ്റെ പേഴ്സണൽ വണ്ടിയാണ്. ഞാനൊരു 2019 എടുത്താണ്. ഒരു 38,000 കിലോമീറ്ററൊക്കെ ആയിരുന്നു അന്ന് ഓടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 92,000 കിലോമീറ്ററൊക്കെ ആയി. ഒരു 2014 നമ്മുടെ ജിക്സർ സുസുക്കി ഇന്ത്യയിൽ ഇറക്കുന്നത്. പിന്നെ അന്നൊരു 80,000 ഒക്കെ ആയിരുന്നു നമ്മുടെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സ്ട്രേറ്റ് ഡ്രൈവിൽ നമ്മുടെ FC ആയിരുന്നു. സെയിം ടയേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സെയിം മോണോഷോക്ക് സസ്പെൻഷൻ സെറ്റപ്പ്, സെയിം നമ്മുടെ ഫ്രണ്ട് ഫോക്ക് സെറ്റപ്പും FCയുടെ തന്നെ സെയിം തന്നെയായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് റിവൽ ടു നമ്മുടെ FC തന്നെയായിരുന്നു അന്ന് ഇറങ്ങുന്ന സമയത്ത്. പിന്നെ നമ്മുടെ പൾസർ 150, പിന്നെ നമ്മുടെ അപ്പാച്ചി RTR 160 ഒക്കെ ആ സമയത്ത് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു 150cc വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഞാൻ മിക്ക ബൈക്കുകളും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോയി ഓടിച്ച് നോക്കി. അങ്ങനെ ഓടിച്ച് ഇഷ്ടപ്പെട്ടെടുത്തതായിരുന്നു ഈ ഒരു വണ്ടി അന്ന്. ഒരു 50,000 രൂപയ്ക്കൊക്കെ ആയിരുന്നു ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിയത്. സോ ഒരു 150cc ഒക്കെ എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ജിക്സർ സ്റ്റിൽ എ ബെറ്റർ ചോയ്സ് ആണോ നമുക്ക് നോക്കാം. എൻ്റെ പേഴ്സണൽ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. ഒരു പ്രിറ്റി സിമ്പിൾ കീ ആണ്. നമ്മുടെ സുസുക്കിയുടെ ലോഗോ ഒക്കെ രണ്ട് ഭാഗത്തായിട്ടും കാണാം. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ഹോൾഡ് ഇട്ടു. ലിറ്റിൽ അനിമേഷൻസ് നമ്മുടെ ക്ലസ്റ്ററിലൊക്കെ ജസ്റ്റ് ഒന്ന് കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്താൽ നമ്മുടെ പഴയ ജിക്സറിൻ്റെ ലുക്ക് എനിക്ക് പുതിയ ജിക്സർ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇഷ്ടമാണ്. നമ്മുടെ സുസുക്കിയുടെ ആ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ആദ്യം വന്നത് ഹാലജൻ ഹെഡ്ലാമ്പ് ആയിരുന്നു. പിന്നെ ഞാൻ മാറ്റിയതാണ് LED ആക്കിയിട്ട്. അതിൻ്റെ ത്രോ കുറച്ച് കുറവായിരുന്നു. ഇത് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായി. പിന്നെ നമുക്ക് ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇതൊക്കെ ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്. സാധാരണ ഇവിടെ ആയിട്ടാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. ഈ വൈസർ ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് ഞാൻ ഈ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് വെച്ചു. അത്യാവശ്യം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റൈലിംഗ് ചോയ്സിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് സാധനം നമ്മുടെ 41mm ടെലിസ്കോപ്പിക് ഫോക്സ് തന്നെയാണ്. ഇതേ സാധനം തന്നെയാണ് നമ്മുടെ FCയിലും വന്നേക്കുന്നത്. ആൻഡ് താഴത്തേക്കൊക്കെ എടുത്താൽ നമ്മുടെ 100 സെക്ഷൻ ആണ് നമ്മുടെ ഫ്രണ്ട് ടയർ വന്നേക്കുന്നത്. ഇതിലിപ്പോൾ ഉള്ളത് അപ്പോളോയുടെ ടയേഴ്സ് ആണ്. ഒരു 266mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. ബൈബ്രയുടെ കാലിപ്പർ ഒക്കെ കാണാം. പുതിയ ജിക്സറിലെ സിംഗിൾ ചാനൽ ABS ഒക്കെ വന്നിട്ടുള്ളൂ. ഇതിൽ പിന്നെ ABS കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ സൈഡിലോട്ടൊക്കെ എടുത്താൽ നല്ല രീതിയിലുള്ള ഒരു അഗ്രസീവ് ഡിസൈൻ തന്നെയാണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക്. ഇവിടെ ആയിട്ട് നമ്മുടെ ജിക്സറിന് എഴുതിയേക്കുന്നതാണ്. ഒരു ചെറിയൊരു മസ്കുലർ പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ചിലപ്പം ഒരു സിമ്പിൾ ഡിസൈൻ ആയി പോയേനെ. എന്നാലും നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്രാഷ് ഗാർഡൊക്കെ ഞാൻ ഒരു പ്രാവശ്യം വീണപ്പോൾ ഇതിങ്ങനെ ആയത്. ക്രാഷ് ഗാർഡൊക്കെ ഇനി മാറ്റാനായി. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു കിക്കർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെയും ഒരു ബ്ലൂ പാർട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് ആ പാർട്ട് അന്ന് കിട്ടാത്തതുകൊണ്ട് ഇത് വൈറ്റ് തന്നെ ആക്കിയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ്. ബ്ലൂ ടച്ചസ് ഒക്കെ നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. താഴേക്കൊക്കെ എടുത്താൽ നമുക്ക് വന്നിട്ടുള്ളത് 154.9cc എയർ കൂൾഡ് SOHC സിംഗിൾ സിലിണ്ടർ 2 valve എഞ്ചിനാണ്. പുട്ടിംഗ് ഔട്ട് അറൌണ്ട് 14.5 bhp at 8,000 rpm ആൻഡ് അറൌണ്ട് 14 Nm ഓഫ് ടോർക്ക് at 6,000 rpm. സോ ഈ ഒരു സെഗ്മെന്റിലെ ഹയസ്റ്റ് ടോർക്ക് ഫിഗർ ആണ് ശരിക്കും നമ്മുടെ ജിക്സറിന്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് സിറ്റിയിൽ ഓടിക്കാനും പിന്നെ ഒന്ന് തെറിപ്പിച്ചൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനും ഈ ഒരു ടോർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വണ്ടീനെ. ഓൾദോ ടോപ്പ് ആൻഡ് പെർഫോമൻസ് ലോ ആണ്. ഈ ഒരു എഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ബാക്കിയുള്ള റിവൽസ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സ്ട്രോക്ക് നമ്മുടെ ബോറിനെക്കാട്ടും കുറച്ച് കൂടുതലാണ്. ആ ഒരു ഫാക്ടർ തന്നെയാണ് ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ലോ ആൻഡ് ടോർക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. പേട്ട് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഡയമണ്ട് ഫ്രെയിം ആണ് വന്നേക്കുന്നത്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം സെൻട്രലോട്ടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ എക്സോസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ക്രോം ടച്ചസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളകിപ്പോയതാണ് ഞാൻ വീണപ്പോൾ, അത് കാര്യമാക്കണ്ട. ഒരു 5 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്ക് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റിഫറാണ് ബാക്കിലുള്ള അടി ഓടിക്കുമ്പോൾ ഞാൻ പറയാം. ആൻഡ് ഈ ഒരു ഭാഗത്തൊക്കെ ലുക്ക് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ബാക്കിലോട്ടൊക്കെ എടുത്താൽ നമ്മുടെ LED ടെയിൽ ലാമ്പ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നമ്മുടെ V-Stromനൊക്കെ ഇതേ സെയിം ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ ടെയിൽ ലാമ്പിന് ബൾബ് ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഒരു ചെറിയൊരു പാർട്ടും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇളക്കി കളഞ്ഞാണ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുണ്ട്. ആൻഡ് 140 സെക്ഷൻ ആണ് നമ്മുടെ ബാക്ക് ടയർ വന്നേക്കുന്നത്. അന്ത കാലത്തൊക്കെ ഈ FCന് സ്ട്രേറ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് ഈ ഒരു 140 സെക്ഷൻ ടയറും നല്ല രീതിയിൽ പിടിച്ചു നിന്നുണ്ടായിരുന്നു. ഈ ഒരു മോഡലിന് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല. പിന്നെ അവർ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാരി ഗാർഡൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഒരു ചെറിയൊരു കവറൊക്കെ നമ്മുടെ ചെയിനിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്നാലും അഴുക്ക് പിടിക്കലുണ്ട് സാധാരണ. നമ്മുടെ ഗിയർ ലിവറിനൊക്കെ ഒരു ചെറിയൊരു റബ്ബർ സാധനം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാർബറേറ്റർ മോഡലാണ്. അതിന്റെ ഓണിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ചെയ്താൽ ഓഫ് ആവും. ആൻഡ് ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ ഇത് റിസർവ് ആണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ഓണിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു മോഡലിന് വന്നേക്കുന്നത് സിംഗിൾ സീറ്റ് ആണ്. കുഷനൊക്കെ അത്യാവശ്യം ഹാർഡാണ്. മീഡിയം ടു ഹാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇരിക്കാൻ ഞാൻ ഈ ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഇരിക്കുന്നതിനനുസരിച്ചിട്ട്. എന്നാലും നല്ല രീതിയിൽ കംഫർട്ടബിൾ ഒന്നും അല്ല. ജസ്റ്റ് ഒന്ന് ഇരുന്ന് പോകാനേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഒരു 20 to 30 കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ എൻ്റെ ബാക്ക് വേദനിക്കാൻ തുടങ്ങും ഈ ഒരു വണ്ടിയിൽ പോകുമ്പോൾ. പില്യൺ ആയാലും കുറച്ച് സ്പേസ് കുറവാണ്. അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ സ്ലാൻഡഡ് ആയിട്ട്. അപ്പോൾ പില്യൺ കംഫർട്ടും അത്യാവശ്യം കുറവാണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക്. ഒരു 780 mm ഒക്കെയാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്
വന്നേക്കുന്നത്. ഈ സെഗ്മെന്റിൽ വേറെ വണ്ടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലോവർ സീറ്റ് ഹൈറ്റ് ആണ്. ഷോർട്ട് റൈഡേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീറ്റ് ഹൈറ്റ് ആണ്. ഞാൻ 5'11" ആണ്. എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ന്യൂട്രൽ റൈഡിംഗ് പൊസിഷൻ ആണ്. നല്ല രീതിയിൽ അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന റൈഡിംഗ് പൊസിഷൻ ആണ്. പിന്നെ ഞാൻ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡിൽ ബാർ റേസർ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലീൻ ചെയ്തിട്ടായിരുന്നു ഇരിക്കേണ്ടത്. അതിന്റെ നടുവിന് നല്ല രീതിയിലുള്ള സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഇത് വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് അപ്രൈറ്റ് ആയിട്ട് ഒന്ന് നേരെ എനിക്കൊന്ന് ഇരിക്കാൻ പറ്റുന്ന പോലെ തോന്നി. വെച്ചപ്പോൾ ഞാൻ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയി ശരിക്കും. ഇവിടെയായിട്ട് നമ്മുടെ കിൽ സ്വിച്ച് കാണാം. പിന്നെ ഇത് നമ്മുടെ ലൈറ്റ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ളത്, നമ്മുടെ വണ്ടി ഓൺ ആക്കാനുള്ളത്. ഇവിടെയായിട്ട് നമ്മുടെ ബ്രൈറ്റും ഡിമ്മിന്റെ ഇത് നമ്മുടെ ചോക്ക് വലിക്കുന്നത്. ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് വലിച്ചാൽ നമ്മുടെ ചോക്ക് എൻഗേജ് ആവും. ഇവിടെയായിട്ട് നമുക്കൊരു പാസ് ലൈറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. ഈ ഹോണിന്റെ സ്വിച്ച് ഞാനൊന്ന് വീണപ്പോൾ പൊട്ടിപ്പോയതാണ്. ഇനി ശരിക്കും എനിക്കിത് മൊത്തത്തിൽ മാറ്റണം. ഈ ഒരു ഹോൺ ഇനി റെഡിയാക്കണമെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ LCD ക്ലസ്റ്റർ ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കൺസോളാണ്. ഇതിപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ RPM ഇങ്ങനെ ഇതിൽ കയറുന്ന കാണാം. ഇതിൽ ഇപ്പോൾ നമ്മുടെ സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ടൈം ഇരിപ്പുണ്ട്, ഗിയർ പോർഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ട്രിപ്പ് എ ട്രിപ്പ് ബി അത് സെലക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ ട്രിപ്പ് എ ട്രിപ്പ് ബി ഒക്കെ സെലക്ട് ചെയ്യുന്നത്. ട്രിപ്പ് ബി വന്നു. പിന്നെ നമ്മുടെ ഓഡോമീറ്റർ അറൗണ്ട് ഒരു 93,000 കിലോമീറ്റർ ആയി ഒരു വണ്ടി. പിന്നെ നമ്മുടെ ഫ്യൂവൽ ലെവൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററും പിന്നെ നമ്മുടെ ബ്രൈറ്റും പിന്നെ നമ്മുടെ RPM ഇത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മളൊരു 6,000 RPM അല്ലെങ്കിൽ 7,000 RPM അത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിന്നി കളിക്കും. ഈ രണ്ട് ബട്ടണും കൂടെ അമർത്തി പിടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. പിന്നെ നമ്മുടെ ന്യൂട്രന്റെ ലൈറ്റും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ടാങ്കിന്റെ ഡിസൈനും അത്യാവശ്യം നല്ല മസ്കുലർ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇതും കൂടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു സെക്യൂർഡ് ഫീലിംഗ് എനിക്ക് ഈ ഒരു കോക്പിറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന് വലിയ വിൻഡ് റെസിസ്റ്റൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. പിന്നെ ഇത് മെയിൻ ആയിട്ട് വെച്ചത് സ്റ്റൈലിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല ബാസി എക്സോസ്റ്റ് നോട്ടാണ്. നമുക്ക് ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു എക്സോസ്റ്റ് നോട്ടാണ്. ആൻഡ് ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ വണ്ടി ഓടിക്കാം. ആൻഡ് ഇങ്ങനത്തെ ചെറിയ സ്പീഡിലൊക്കെ വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മിക്ക ജിക്സർ ഓണേഴ്സും പറയുന്ന ഒരു പരാതിയാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് നല്ല ടൈറ്റ് ആവുന്നത്. നല്ല രീതിയിൽ ഫ്ലിക്കബിൾ ആണ്, നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ് ഈ ഒരു സ്പീഡിലൊക്കെ. അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോഴേ നമ്മുടെ ജിക്സറിന് നല്ല രീതിയിൽ അടിയാണ്. ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും നല്ല അടി നമ്മുടെ സീറ്റിൻ്റെ അവിടെ എനിക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ നല്ല നൈസായി ഓടിക്കാൻ പറ്റുന്ന വണ്ടിയല്ല. നമുക്ക് എന്ത് നമ്മുടെ റോഡിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സീറ്റിൻ്റെ അവിടെ അറിയാൻ പറ്റുന്നുണ്ട്. ജിക്സറിൻ്റെ വൺ ഓഫ് ദ ഡ്രോബാക്ക് ഈ ഒരു സ്റ്റിഫർ സസ്പെൻഷൻ തന്നെയാണ്. മെയിൻലി നമ്മളെ സ്മൂത്ത് ആയിട്ടുള്ള റോഡിലൂടെയൊക്കെ നല്ല പ്ലാൻഡ് ആയി ഓടിക്കുന്ന രീതിയിലാണ് നമ്മുടെ സസ്പെൻഷൻ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനത്തെ റോഡിലോട്ടൊക്കെ എടുത്താൽ കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോകുന്ന പോലെ തോന്നത്തില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് അറൗണ്ട് ഒരു 160 mm ആണ്. സെഗ്മെന്റിൽ അത്യാവശ്യം ലോവസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടാളെയൊക്കെ വെച്ച് വലിയ ഹമ്പൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അടി തട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് അടി തട്ടിയിട്ടുണ്ട് ശരിക്കും. അത് നല്ല രീതിയിൽ വലിയ ഹമ്പൊക്കെ ആകുമ്പോൾ. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്യുന്നതൊക്കെ എന്ത് അപകടം നോക്കിയേ. ഇവർക്ക് ശരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ളൊരു പാലമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരുന്നു. ഈ ഹൈവേയിൽ ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സലറേഷനാണ് നമ്മുടെ ജിക്സറിന്. ടോപ്പ് എൻഡ് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുറവാണ്. 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കാൻ കുറച്ച് പാടാണ്. എന്നാലും അതുവരെ നമുക്ക് എൻജോയ് ചെയ്ത് ഈ ഒരു വണ്ടി ഓടിക്കാം. 0 to 60 വരുന്നത് അറൗണ്ട് ഒരു 5 സെക്കൻഡ്സിലാണ്. 0 to 100 വരുന്നത് അറൗണ്ട് ഒരു 16 സെക്കൻഡ്സിൽ. അപ്പോൾ അന്നത്തെ കാലത്തെ 150cc ഒക്കെ വെച്ചെടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഫാസ്റ്ററാണ് നമ്മുടെ ജിക്സർ. നമ്മുടെ ഹോണ്ടയുടെ വണ്ടികളൊക്കെ കുറച്ചും കൂടെ ഒരു 1 സെക്കൻഡ് ഒക്കെ ക്വിക്കറാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. എന്നാലും നമുക്ക് ആ സ്പീഡ് എടുക്കുന്ന ഫീല് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വണ്ടിയിൽ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ആ എക്സോസ്റ്റിനോട്ടും ഈ സ്വീറ്റ് ഡ്രൈവിംഗ് എഞ്ചിനും കൂടെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ ഈ ഒരു വണ്ടി തോന്നും. അറൗണ്ട് 9000 RPM ഞാൻ നേരത്തെ സെക്കൻഡ് ഗിയറിന് ഷിഫ്റ്റ് ചെയ്തത്. അത്രയ്ക്ക് എൻജോയബിൾ ആണ്, അത്രയ്ക്ക് സ്വീറ്റ് ഡ്രൈവിംഗ് ആണ് ഈ ഒരു വണ്ടി. സോ അത്യാവശ്യം ഡേ ടു ഡേ ട്രാഫിക്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വണ്ടി എൻജോയ് ചെയ്ത് പോകാം. ഒരു 150cc കിട്ടുന്ന മാക്സിമം എൻജോയ്മെൻറ്റ് ഈ ഒരു വണ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അത്രയ്ക്കും ഫൺ ടു ഡ്രൈവ് ആണ് ഈ ഒരു വണ്ടി. കോർണർ ചെയ്യാനും നല്ല സുഖമാണ്.
ബ്രേക്കിൻ്റെ ബൈറ്റൊക്കെ അത്യാവശ്യം കുറവാണ്. നമുക്ക് ക്രിസ്പായിട്ടുള്ള ബ്രേക്കിംഗ് അല്ല, നമ്മൾ അത്യാവശ്യം നമ്മുടെ പിടിച്ചാൽ നിൽക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ മെല്ലെയാണ് ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് എൻഗേജ് ആവുന്നത്. പിടിച്ചാൽ തന്നെ നിൽക്കുന്ന ടൈപ്പിലല്ല, കുറച്ച് നേരത്തെ നമ്മൾ പിടിച്ച് അങ്ങനെ എൻഗേജ് ചെയ്യേണ്ട ഒരു ബ്രേക്കാണ് ശരിക്കും. ABS ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്ക് ബ്രേക്കും ലോക്കാവും. ഫ്രണ്ടിൽ നിന്നായാലും ഒറ്റയടിക്ക് പിടിച്ചാൽ നൈസായിട്ട് തെന്നി വീഴും. പിന്നെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കണം. സുസുക്കിയുടെ സർവീസ് കോസ്റ്റ് ഒക്കെ അത്യാവശ്യം കുറവാണെങ്കിലും, പ്രത്യേകിച്ച് ഈ ബൈക്കിന് കേട്ടോ, V-Stromൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഈ ഒരു ബൈക്കിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ അത്യാവശ്യം കുറവാണെങ്കിലും സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കഷ്ടമാണ്. പറഞ്ഞ് വിളിച്ച് വരുത്തേണ്ടി വരുന്നുണ്ട് ശരിക്കും സ്പെയർ പാർട്സ് ഒക്കെ. നമുക്ക് ഷോറൂമിൽ പോയമ്പാടും അവൈലബിൾ ആയിരിക്കത്തില്ല. ഒന്ന് വിളിച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് മെല്ലെയാണ് നമ്മുടെ സ്പെയർ പാർട്സ് ഒക്കെ വരുന്നത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു വണ്ടി ഷോറൂമിൽ കൊടുക്കലില്ല. പുറത്ത് എനിക്ക് അറിയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെയാണ് ഞാൻ ഈ വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മെയിനായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. പിന്നെ അതിൻ്റെ കോസ്റ്റും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അതിൻ്റേതായ ഓരോരോ മൈന്യൂട്ട് പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഷോറൂമിൽ എടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അങ്ങനെ ഈ ഒരു വണ്ടി ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ മെയിനായിട്ട് ഈ ഒരു വണ്ടി എടുക്കുന്നത് ഇതിൻ്റെ ഫൺ ഫാക്ടറിനെ വെച്ച് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 150cc ദ ബെസ്റ്റ് ഫൺ ടു റൈഡ് ഈ ഒരു ജിക്സർ തന്നെയാണ്. ജിക്സർ ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബൈക്കിൻ്റെ വിശേഷങ്ങളൊക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജിക്സർ ഓവർ ദ ഇയേഴ്സ്? സിറ്റീസിൽ അത്യാവശ്യം വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് മെല്ലെ കൈ കൊടുത്ത് ചെറുതായിട്ട് നമുക്ക് ഓടിക്കുക. സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് മെല്ലെ നൈസായിട്ട് അങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം വരുമ്പോൾ ഫസ്റ്റ് ഇട്ടാൽ മതി. കപ്പിൾ ഓഫ് ഡ്രോബാക്സ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നിയത്, ഒന്ന് നമ്മുടെ സീറ്റിൻ്റെ കംഫർട്ട്. അത്യാവശ്യം നമുക്ക് കുറച്ച് ദൂരം പോയാൽ തന്നെ സീറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ അൺകംഫർട്ടബിൾ ആണ്. പിന്നെ ഗിയേഴ്സും നല്ല രീതിയിൽ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ഒന്നും അല്ല. കുറേ ദൂരം നമുക്കിങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ടൈറ്ററാണ്. ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും വലിയ ടൈറ്റ് തോന്നത്തില്ല. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ചെറുതായിട്ട് ഡിലേ ചെയ്യുന്ന ഒരു സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ തന്നെ. എന്നാലും ഈ ഒരു വണ്ടി വർത്താണ്. നമുക്ക് നല്ല രീതിയിലൊരു മെമ്മറീസ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്രയും ഫൺ ടു ഡ്രൈവ് ആണ് ശരിക്കും. അന്നത്തെ FC-നെക്കാട്ടും പവറും ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ശരിക്കും സുസുക്കിയുടെ മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ തന്നെ നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടാക്കി കൊടുത്ത ഒരു വണ്ടിയാണ് ഈ ഒരു ജിക്സർ. പിന്നെ അത്യാവശ്യം റിലയബിൾ ആണ് നമ്മുടെ എഞ്ചിൻ. നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എഞ്ചിൻ ഓയിലൊക്കെ കറക്റ്റ് രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊന്നും വലിയ പണികൾ തരത്തില്ല. കോർണർ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഈ ഒരു വണ്ടി കോർണർ ചെയ്തെടുക്കാം. ഈ ഒരു വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോളേജ് ടൈം ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് എടുക്കുന്നത്. ആ സമയത്ത് ഹോസ്റ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വിക്ടർ, TVS വിക്ടറും പിന്നെ ഈ ഒരു ജിക്സറും, ഈ രണ്ട് വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും പോകാൻ ഈ ഒരു വണ്ടി തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡിഫൻഡർ എന്ത് ഭംഗിയല്ലേ കാണാൻ. മോനെ സീൻസാണ് നല്ല ടേസ്റ്റ്ഫുള്ളി മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി. സ്കൈ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, അത്യാവശ്യം കൊള്ളാം കാണാൻ. ഈ ഒരു സമയത്ത് മഴ വരേണ്ടതാണ്, പക്ഷെ മഴ വന്നില്ല നമ്മുടെ ഒരു ഭാഗ്യത്തിന്. അതിൻ്റെ കൂടെ സൺലൈറ്റും എല്ലാം കൂടെ ആകുമ്പോൾ അത്യാവശ്യം കൊള്ളാം കാണാൻ. സോ അതൊക്കെയാണ് നമ്മുടെ ജിക്സറിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു റൈഡിൽ കാണാം. ബൈ ബൈ.